മുട്ടയും ബ്രെഡും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഈ ഒരു സ്നാക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 2 സ്ലൈസ് ബ്രെഡ് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡും കൈകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രെഡിനെ നമുക്ക് പാലിലൊന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ബ്രെഡ് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും ഒരു ബൗളിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്നൊരു വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അടിച്ചെടുത്ത മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വാനില എസൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയും വാനില എസൻസും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ബ്രെഡ് പാല് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഇതിലിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മുട്ടയിലേക്ക് ബ്രെഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡും മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബട്ടറിലാണ് ഇത് തയ്യാറാക്കുന്നത്. ബട്ടറിൽ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അഥവാ നിങ്ങളടുത്ത് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബ്രെഡ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മുട്ടയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡിൽ ഒന്ന് വിട്ട് വരുന്നത് വരെ നമ്മളിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. സൈഡൊന്ന് വിട്ട് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായി വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് കളർ മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടി നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കളർ മാറി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.